ഏതൊരു സാധാരണക്കാരനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. അതോടൊപ്പം തന്നെ ഒരുക്കിയിരിക്കുന്ന സേവ് കാർട്ട് എന്നുള്ള ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ്. ഈ രണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻസ് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വരും, ആ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇതേ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. അതിൽ രണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സൈനപ്പ് പേജ് വരും. ആ സൈനപ്പ് പേജിൽ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, അതായത് നമുക്ക് ആവശ്യമുള്ളത് ഫുൾ നെയിം, ഇന്ത്യ ആണ്, ഏതാണ് കൺട്രി എന്ന് പറഞ്ഞാൽ അതെടുക്കുക. സെലക്ട് സ്റ്റേറ്റ്, അപ്പോൾ ഏതാണ് സെലക്ട്, ഇപ്പോൾ കേരളയാണോ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. യൂസർ നെയിം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറോ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂസർ നെയിം വേണമെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാസ്വേഡ്, നിങ്ങളുടേതായിട്ടുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അത് കൺഫേം പാസ്വേഡ്. ഇത്രയും കാര്യങ്ങൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ രജിസ്ട്രേഷനായി. അപ്പോൾ നിങ്ങൾക്കൊരു ഈ യൂസർ നെയിം പാസ്വേഡിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയും. ഇനി അടുത്തത് ചെയ്യേണ്ടത്, ഇപ്പോൾ അതേ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ ഉപയോഗിച്ച ആ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഈ ലിങ്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ സേവ് ആപ്പിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഫോർ സേവ് ആപ്പ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് എങ്ങനെയാണ് സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. സേവ് ആപ്പ് മൈ പേഴ്സണൽ ആപ്പ് എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, അപ്പോൾ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് ഇതിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നിങ്ങൾ അത് ഇപ്പോൾ അൺഇൻസ്റ്റാളിന് പകരം നിങ്ങൾക്കത് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആകും. അത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ആയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യാം. ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലേക്ക് യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ ലോഗിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച യൂസർ നെയിം, അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനകത്തേക്ക് ഇപ്പോൾ സേവ് ആപ്പ് എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇവിടെ രണ്ടാമത്തെ റോയിൽ രണ്ടാമതായിട്ട് കാണാൻ കഴിയും സേവ് ആപ്പിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആയിട്ടാണ് വരിക. അതല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡ് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത ആ പാസ്വേഡും കൂടി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ആയി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പല ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ വരവ് ചെലവ് ട്രാക്ക് ചെയ്യാനും അതുപോലുള്ള പല ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മൊബൈൽ റീചാർജിങ് ചെയ്യാം. മൊബൈൽ റീചാർജിങ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ പോലുള്ള ഏതെങ്കിലും UPI ആപ്സിലൂടെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു പ്ലാറ്റ്ഫോം ഫീസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ₹1.90, ചിലപ്പോൾ ₹5 വരെ നിങ്ങളിൽ നിന്ന് ചാർജ് ചെയ്യപ്പെടാം. അപ്പോൾ അതിന് പകരമായിട്ട് ഈ സേവ് ആപ്പിലൂടെ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മൊബൈൽ ഓപ്പറേറ്റേഴ്സും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഒരു എക്സ്ട്രാ കൺവീനിയൻസ് ഫീസോ പ്ലാറ്റ്ഫോം ഫീസോ ഇവിടെ ചാർജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ഒരു വരുമാനം കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം, 90% ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് തന്നെ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അത് കാണുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. ഇനി ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ സേവ് കാർട്ട് എന്നുള്ള ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ്. അതിൻ്റെ ഡൗൺലോഡ് ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഡൗൺലോഡ് ലിങ്ക് ഫോർ സേവ് കാർട്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൽ ഈ മൊബൈലിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇത് അൺഇൻസ്റ്റാൾ ഓപ്പൺ എന്നുള്ള ഇത് കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് കാർട്ട് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആവും. അതിൽ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് അല്ലെങ്കിൽ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് കാർട്ടിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിൽ ആദ്യമായിട്ട് കാണുന്നതാണ് സേവ് കാർട്ട് എന്നുള്ള ആ ഒരു ഐക്കൺ. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സേവ് കാർട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അവിടെ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ പാസ്വേഡ് അടിച്ചു കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇതിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. 300-400-ലധികം പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. എഡ്യൂക്കേഷൻ ആപ്സ് ഉണ്ട്, ഗ്രോസറി, ഇമിറ്റേഷൻ സിലിണ്ടറി, ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ്, ഹോം ആൻഡ് കിച്ചൺ, അങ്ങനെ ഒരുപാട് ഡ്രസ് മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിലുണ്ട്. ഒരുപാട്
പ്രൊഡക്റ്റുകൾ ഇനിയും വരാൻ പോകുന്നുണ്ട്. ഇതിലൊരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് 10x ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാം. ഒരു വെറും 1000 രൂപയും GSTയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സേവ് കാർഡ് മെമ്പറിന് ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പുറത്തുള്ള വില ഒരു 5898 ആണ്. അതിന് വളരെ ഡിസ്കൗണ്ട് റേറ്റിലാണ് നമുക്ക് സേവ് കാർഡ് ഉപയോക്താക്കൾക്ക് കിട്ടുക. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് ഈ സേവ് കാർഡ് ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ കഴിയും. ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഈ പ്രൊഫൈൽ താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫർ നൗ എന്നുള്ളൊരു ബട്ടൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ട്രാക്ക് ചെയ്തിട്ടുള്ളൊരു യൂണീക്ക് ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അയക്കാം, അല്ലെങ്കിൽ ഷെയർ ബട്ടൺ അമർത്തിയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇമെയിലിലൂടെയോ ഒക്കെ നിങ്ങൾക്കിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത് ക്ലിക്ക് ചെയ്തിട്ട് അവരെന്തെങ്കിലും പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്നുണ്ടാവും. അതിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എങ്ങനെ ഒരു സാമ്പത്തിക സുരക്ഷ നമുക്ക് നമ്മുടെ കുടുംബത്തിന് നേടിക്കൊടുക്കാം എന്നുള്ളതിനെ കാര്യങ്ങളെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇതിനകത്തുണ്ടാവും. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്